നമസ്കാരം. ഒടുവിൽ പാകിസ്ഥാൻ സമ്മതിച്ചിരിക്കുകയാണ്. കടത്തിൽ മൂക്കറ്റം മുങ്ങിയെന്ന് പ്രധാനമന്ത്രി ഷെരീഫ് നിക്ഷേപകരുമായി നടത്തിയ സംവാദത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ കടത്തിൽ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടത് അയൽ രാജ്യങ്ങൾ നീട്ടിയ കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് എന്നാണ് പ്രധാനമന്ത്രി ഷഹബാസ് ഷരീഫ് വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ ഭാരതത്തിനെതിരെ സൈനിക നീക്കങ്ങൾ സന്നാഹമൊരുക്കുന്നു എന്ന് പലരും വ്യാഖ്യാനിച്ച വിദേശ സന്ദർശനങ്ങളുടെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇസ്ലാമാബാദിലെ നിലവിലുള്ള കടബാധ്യതയുടെ വ്യക്തിപരവും ദേശീയവുമായ നഷ്ടമാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയത്. രാജ്യത്തിന്റെ വിദേശ കടം വീട്ടൽ താനും ഫീൽഡ് മാർഷൽ അസീം മുനീറും സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും കോടിക്കണക്കിന് വായ്പകൾ തേടാൻ നിർബന്ധിതരായി എന്നും ഷെരീഫ് സമ്മതിച്ചു. സാമ്പത്തിക സഹായത്തിനായി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥയിൽ അങ്ങേയറ്റം ലജ്ജിക്കേണ്ടുന്നു എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വായ്പകൾ തേടുന്നത് ആത്മാഭിമാനത്തിന് വലിയ ആഘാതമാണ് എന്നും സഹായം ചോദിക്കുമ്പോൾ തന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിന്റെ തലകൾ നാണക്കേടുകൊണ്ട് കുനിയാറുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. സഹായം നൽകുന്ന രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പല നിബന്ധനകളും തള്ളിക്കളയാൻ സാധിക്കാത്ത വിധം തങ്ങൾ വിട്ടുവീഴ്ചകൾക്ക് നിർബന്ധിതരാകുന്നു എന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും 2008 മുതൽ പാകിസ്ഥാന്റെ സാമ്പത്തിക നില അസ്ഥിരമായി തുടരുകയാണ്. 2021 പണപ്പെരുപ്പം കൂടുകയും രാജ്യം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. നിലവിൽ രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം ഏകദേശം ഇരട്ടിയായിട്ടുണ്ട് എങ്കിലും അതിൽ സുഹൃത്ത് രാജ്യങ്ങളിൽ നിന്നുമുള്ള കടങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. നിലവിൽ കൊടുത്തു തീർക്കാനുള്ള കടം സംബന്ധിച്ച അന്താരാഷ്ട്ര നാണയ നിധിയുമായി പാകിസ്ഥാൻ ചർച്ച നടത്തി വരികയാണ്. വായ്പാ പദ്ധതികളുടെയും കാലാവസ്ഥ ധനസഹായത്തിന്റെയും ഭാഗികമായി പാകിസ്ഥാൻ അടുത്തിടെ $1.2 ബില്യൺ IMF-ൽ നിന്നും ലഭിച്ചിരുന്നു. പഴയ കടങ്ങൾ വീട്ടുന്നതിനും വിദേശ നാണയ ശേഖരം മെച്ചപ്പെടുത്തുന്നതിനും ഈ തുക സഹായകമായിട്ടുണ്ട്. വ്യാവസായിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനായി മൂലധന ലഭ്യത ഉറപ്പാക്കാൻ ധനമന്ത്രാലയത്തിനും സെൻട്രൽ ബാങ്കിനും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിസിനസ് രംഗത്തെ പ്രമുഖരുടെ നിർദ്ദേശങ്ങൾ കേൾക്കാനും ധീരമായ തീരുമാനങ്ങൾ എടുക്കുവാനും സ്റ്റേറ്റ് ബാങ്ക് ഗവർണർ തയ്യാറാകണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. നിലവിൽ പണപ്പെരുപ്പ ഭീഷണി നിലനിൽക്കുന്നതിനാൽ പലിശ നിരക്ക് 10.5% മാറ്റമില്ലാതെ നിലനിർത്തിയിരിക്കുകയാണ്. വരുന്ന സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാന്റെ GDP 3.75% മുതൽ 4.75% വരെ വളർച്ച കൈവരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ഡിസംബറോടെ പാകിസ്ഥാന്റെ വിദേശ നാണയ ശേഖരം $20 ബില്യൺ എന്ന റെക്കോർഡ് നിലയിലേക്ക് എത്തുമെന്നാണ് സെൻട്രൽ ബാങ്കിന്റെ കണക്കുകൂട്ടൽ. അതേസമയം IMF പദ്ധതിയുടെ ഭാഗമായി കർശന പണനയവും ചെലവ് നിയന്ത്രണങ്ങളും രാജ്യം പാലിക്കേണ്ടതുണ്ട്. ധനമന്ത്രി മുഹമ്മദ് ഔറംഗസീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം IMF-ന് മുന്നിൽ സർക്കാരിന്റെ വാദങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നും രാജ്യത്തിന് സാമ്പത്തിക സ്ഥിരത കൈവരിച്ച സാഹചര്യത്തിൽ നിന്ന് ഇനി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുമാണ് മുൻഗണന നൽകുന്നതെന്നും ഷെരീഫ് കൂട്ടിച്ചേർക്കുന്നുണ്ട്.